ഈ ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേഷൻ ഒക്കെ എവിടെ ചെയ്തതാ? ഞാൻ കേരളത്തിൽ തന്നെ ചെയ്തത്. ഓ, കേരളത്തിലുണ്ടോ? ഉണ്ട്. ഓക്കെ. It was horrible surgery. I know. So because we have three options. It's a normal surgery, then a SRS surgery, and then column surgery. The column surgery is a very difficult. There is collar in നമ്മുടെ കുടലെടുത്ത് വെക്കുന്ന സർജറി, കുടൽ കട്ട് ചെയ്ത് വെജനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർജറി ഉണ്ട്. ദാറ്റ് ഇസ് ലേറ്റസ്റ്റ് സർജറി. ലേറ്റസ്റ്റ് മീൻസ് ഒരു 10 years ആയിട്ട് അത് നടക്കുന്നു. കോളം തായ്ലാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊരു 20% വിജയസാധ്യതയുള്ളൂ. കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരു നൂല് കെട്ടിക്കൊടുത്തിട്ട് അതിൽ കയറിയിട്ട് നടക്കാൻ പറയുന്നത് പോലെയാണ്. സോ മേ ബി പൊട്ടും, അല്ലെങ്കിൽ അപ്പുറത്തെത്തും. എന്തിനാ അത്ര ഒരു ഡേഞ്ചറസ് വിഷയത്തിന് നമുക്ക് ചെയ്യാന്ന് എടുത്തത്? ഐ ഡോണ്ട് നോ. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സർജറി എന്നതിനേക്കാൾ ഉപരി ഐ നീഡ് ടു ഫീൽ ദ വുമൻ ഇൻ യു. യെസ്. അത് ഇപ്പോൾ ഒരു സ്ത്രീ, ചിലർ പറയും പ്രസവ വേദന, അവൾ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന അത് ലോകത്ത് ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അത് അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയാറുണ്ട്. ഇത് സെയിം പ്രോസസ്സിംഗ് ലൈക്ക് അതിനേക്കാളും കൂടുതൽ വേദനയാണ് ഞാൻ അനുഭവിച്ചത് ഈ ഓപ്പറേഷൻസ് ഒക്കെ. എനിക്കറിയാം. സീരിയസ്ലി അതൊരു 5 minutes കുട്ടി ജനിക്കുന്നത്. മേ ബി 45 to 50 ബോൺസ് ടുഗെദർ. ഇഫ് യു ബ്രേക്ക് ഇറ്റ് അത്ര പെയിൻ ഉണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 40 days അല്ലേ, 60 days നിൽക്കണം. പിന്നെ ലൈഫ് ലോങ് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ആ ഒരു ഇമോഷണൽ ഫീലിംഗ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ മരിക്കുന്നത് വരെ. ഐ ഡിഡ് ദാറ്റ് സർജറി. ദെൻ ആഫ്റ്റർ ലോങ് ടൈം ഐ എം ഫേസിങ് ലോട്ട്സ് ഓഫ് problems in my life. Hormonal imbalance, then bone problems, heart problems, liver problems, everything. Because I'm taking lots of hormones in my life after my surgery. Then see, you can touch my body, there is no bone. എന്തിനാ എത്ര റിസ്ക്? I don't know. എനിക്ക് എന്താ പറയുക, ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താണ്? ബട്ട് യെസ്, ഓഫ് കോഴ്സ് യുവർ സ്കിൻ അറ്റ്ലീസ്റ്റ് മൈൻ കുറച്ച് റഫായിട്ടുണ്ട്, നിന്റെ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട്. അല്ല, ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു നല്ല ലൈഫ് ആഗ്രഹിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ടാസ്ക്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീഡം, ഇറ്റ് വാസ് ഗുഡ്. ഐ വാണ്ട് ടു ഡു എനിത്തിങ്, ഐ വാണ്ട് ഗോ എവിടെ പോകാൻ വരാം, എല്ലാം അങ്ങനെയുള്ള ഒരു ലൈഫ്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ നമ്മളെ കേൾക്കാനും നമ്മളെ അറിയാനും നമ്മളെ ഉൾക്കൊള്ളാനും ഒരു വേണം, ഒരു സ്റ്റാച്ചു, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്റ്റാച്ചു വേണം. ഇല്ലേ? സ്റ്റാച്ചു ഇല്ല, ഞാൻ ഇപ്പൊ പറയുന്ന വേർഡാണ് ദാറ്റ് ഈസ് സ്റ്റാച്ചു. നമുക്ക് ഒരു we need a man അല്ലേ? we need a man. ബട്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ്, അല്ലേ? എൻ്റെ ലൈഫിൽ ഒരു 20 times ആയി. എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. യുനോ, ഞാൻ ദാറ്റ്സ് മച്ച് ഓഫ് അയൺ ലേഡി ബിഫോർ മൈ സർജറി, ദെൻ ആഫ്റ്റർ മൈ സർജറി. ഞാനൊരു അയൺ തന്നെ ആയിരുന്നു എന്നെ സ്വയം വിശേഷിപ്പിക്കാൻ പോയി. അറ്റ് ദ സെയിം ടൈമിൽ ഞാനൊരു പച്ച സ്ത്രീയായി മാറിപ്പോയി. പച്ച സ്ത്രീ മീൻസ് കേരളത്തിൽ പറയുന്ന കുലസ്ത്രീ. യുനോ, എനിക്കൊരു പുരുഷൻ വേണം, എനിക്കൊരു സൗഹൃദം വേണം, എനിക്ക് നല്ല അഡ്വൈസുകൾ കിട്ടണം, എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഒരു ഇടം വേണം. ഇങ്ങനെയൊക്കെ ഉള്ള just a shoulder to cry. Then but you don't have a man. Are you married? No, you're not married. No. I did biggest mistake in my life. അതൊരു അങ്ങനെ ഒരു ഫേസിലൂടെ എനിക്ക് പോകേണ്ടി വന്നു. ഇപ്പം ഞാനിപ്പോൾ എത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞാൽ പോലും ഇൻസൈഡ് ഓഫ് മൈൻഡിൽ എനിക്ക് കുറച്ച് സങ്കടങ്ങളുണ്ടാകും, അല്ലേ? അതൊരു ഏതൊരു സ്ത്രീക്കും ഉണ്ടാകും. അത് ഞാൻ ഫേസ് ചെയ്തു. You fell in love? Yeah. Once? Twice? Once. Just once? Yeah, once in my life. And അത് breakup?
ബ്രേക്കപ്പ് ദാറ്റ്സ് നോട്ട് ലൈക്ക് ഒരു തരം മരം ചുറ്റി പ്രണയം അങ്ങനെയുള്ളതല്ലായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ്. ബട്ട് എൻ്റെ ഈ ഒരു സൗഹൃദം, എനിക്കതിനെ സൗഹൃദം എന്ന് പറയാനാണ് ഇഷ്ടം. സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് ദെൻ ലൈക്ക് ഒരു ഫിസിക്കലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പ്രണയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലവ് ഫാക്ടർ അല്ല. എനിക്കതിനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാനായിരുന്നു ഇഷ്ടം. അതിനിടയിൽ സംഭവിച്ചതെല്ലാം ഹ്യൂമാനിറ്റിയിൽ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഹഗ്ഗിങ് ആണെങ്കിലും കിസ്സിങ് ആണെങ്കിലും വാട്ടെവർ, അത് സംഭവിച്ചു പോകുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു മൈൻഡ് ഉണ്ട് ഇല്ലേ? നമ്മുടെ ആ മൈൻഡ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ടക്ക് 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 ടക്ക്. എന്താണ് എൻ്റെ മൈൻഡ് നിനക്ക് പറയുന്നത്? അല്ല, എൻ്റെ മൈൻഡ് പറയുന്ന പറഞ്ഞാൽ അപ്പം നമ്മൾ ഓക്കെ, ലെറ്റ് മീ കം സ്ട്രേറ്റ്. യു ഫെൽ ഇൻ ലവ് അല്ലേ? എന്തിന് കല്യാണം കെട്ടാറ്? കല്യാണം കഴിക്കുക എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു, കല്യാണം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, സീരിയസ്ലി. ബിക്കോസ് എനിക്ക് എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈവൻ ബിഫോർ ഉള്ളതല്ല, ആഫ്റ്റർ ഉള്ളത്. ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ലവും കെയറിങ്ങും അതൊരു തരുന്ന ഒരു പുകമറയാണ്. ഇറ്റ്സ് എ ലവ് ഓർ ഇസ് എ ഫാൻസി ഡ്രസ്. ഇപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പം എനിക്ക് ഷക്കീല അമ്മേനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ടൂ മച്ച് സ്നേഹം വാരിച്ചൊരിയും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മളെടുത്ത് അണിയുന്ന ഒരു മുഖമൂടിയായിട്ടാണ് ലവിനെ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഐ ഫെൽറ്റ് ഞാൻ ആ ബാക്കിലേക്ക് പോകുമ്പോൾ ഞാനൊരു വിഡ്ഢിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ ചില സന്ദർഭങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും, ചില സിറ്റുവേഷൻസുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും, എന്തിന് മാരേജ്? വൈ ഷുഡ് ഡു മാരേജ്? നോ, വി ഹാവ് ഫ്രീഡം ഇൻ ദിസ് ദ വേൾഡ്. ഡു യു നോ സംതിങ്? നോ. അത് വിചാരിച്ച് തന്നെ ഞാനും കല്യാണം കെട്ടല. സീരിയസ് ആയിട്ട് എനിക്ക് ഒരു വാട്ടി കൂടെ കല്യാണം ആയില്ല. സീരിയസ്ലി അല്ല, അതൊരു എന്താന്നറിയാ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ ഞാൻ പറയട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഇതെങ്ങനെ വരും പ്രോബ്ലം വെച്ചാൽ, നമ്മൾ എത്ര സ്നേഹം കൊടുത്താലും, നമ്മൾ എത്ര പ്യുവറായിട്ട് ആ ആൾക്ക് വേണ്ടി നിന്നാലും കൂടി, എൻഡ് ഓഫ് ദി ഡേ എപ്പോഴെങ്കിലും ഒരു ചെറിയ ഫൈറ്റ് വന്നപ്പോൾ, ക്യാൻ യു ഗിവ് മീ എ ചൈൽഡ്? ഇതാണ് അവർ നമ്മൾ ഫസ്റ്റ് ചെരുപ്പ് കൊണ്ടടിക്കുന്ന കേൾവി. ഇത് എൻ്റെ ലൈഫിൽ എൻ്റെ എത്ര മോളുണ്ട് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ്, കുറേ പേര് സൂസൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടി, ലവിന് വേണ്ടി. അതെ, ഇതിന് വേണ്ടി. ലാസ്റ്റ്, ക്യാൻ യു ഗിവ് മീ എ ചൈൽഡ്? ഹൗ ക്യാൻ ഐ ഗിവ് യു എ ചൈൽഡ്? ഡോണ്ട് യു നോ വാട്ട് ഇറ്റ് ഇസ്? അപ്പോൾ ലവ് അപ്പോൾ ഉനക്ക് അതൊക്കെ അറിയില്ലല്ലോ, അതിനുശേഷമല്ലേ ഇതൊക്കെ നീ ചോദിക്കുന്നത്. You are right about love. You are right about your decisions are so right.